സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? സോ അപ്പോൾ ഞാനിതാ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് സിവിൽ എഞ്ചിനീയേഴ്സിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ബിടെക് ഒക്കെ കഴിഞ്ഞ ആളുകൾക്കൊക്കെ അറിയാം, അതുപോലെ ITI കഴിഞ്ഞവർക്കൊക്കെ അറിയാം, ഒരുപാട് ഗവൺമെൻറ് എക്സാംസുകൾ അല്ലേ, ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന, അതല്ലെങ്കിൽ എന്താ പറയുന്നത് നല്ലൊരു റാങ്ക് വരാൻ പോകുന്ന ഒരു PSC എക്സാംസിൽ നല്ലൊരു റാങ്ക്, ടെക്നിക്കൽ PSC എക്സാംസിൽ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കണം എന്ന് കരുതുന്ന സിവിൽ എഞ്ചിനീയേഴ്സിനൊക്കെ അറിയാം നമുക്കിനി ഒരുപാട് എക്സാംസുകളാണ്. ഇപ്പോൾ ഓൾറെഡി ഇതാ കുറേ ഓവർസിയർ എക്സാംസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതുപോലെ ഒരുപാട് ഓവർസിയർ എക്സാംസുകളാണ് നമുക്കിനി വരാൻ പോകുന്ന ഒരു 6, 8, 10 മാസത്തിനുള്ളിൽ നമുക്ക് ഒരു സിവിൽ എഞ്ചിനീയേഴ്സിലേക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള PWD ഇറിഗേഷൻ ഗ്രേഡ് 2, അതുപോലെ LSTD ഗ്രേഡ് 2, ഈ പറയുന്ന LSTDയുടെയും PWD ഇറിഗേഷൻ്റെ ഒക്കെ ഗ്രേഡ് 1, അങ്ങനെ ഒരുപാട്, ഇതും കൂടാതെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് ഗ്രേഡ് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓവർസിയർ എക്സാംസുകൾ, അതിൻ്റെ കൂടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസുകൾ, ട്രേസർ എക്സാംസുകളൊക്കെ വരാൻ പോകുന്നുണ്ട്, KWA ഗ്രേഡ് 3 ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയാക്കാൻ, നിങ്ങൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ, ഒരു രീതിയിൽ ഒന്നും പേടിക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതാ സൈലം ടെക്നിക്കലിന്റെ 3ാമത്തെ ഓവർസിയർ ലൈവ് ബാച്ച് ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ സൈലത്തിന്റെ ആപ്പിലൂടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ 3ാമത്തെ ബാച്ചാണ് അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ 2 ബാച്ചുകളിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും, വാഗ്ദാനങ്ങളൊന്നും ഒരു വെറുതെ എന്താ പറയുന്നത് കാര്യങ്ങളല്ല എന്നും, ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്നെ ഏതൊരു സാധാരണ സ്റ്റുഡൻറ്റിനും കോളേജിൽ അവരെങ്ങനെ പഠിച്ചു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ഏതൊരു സാധാരണ സ്റ്റുഡൻറ്റിനും ആ സബ്ജക്റ്റുകളുടെ ഒക്കെ ബേസിക് ലെവൽ തൊട്ടിട്ട് ഈ ഒരു ഓവർസിയർ എക്സാംസ് ലെവൽ വരെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല അടിപൊളി ക്വസ്റ്റ്യൻസുകളായാലും, ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ പുതിയ ഓവർസിയർ എക്സാംസുകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് അല്ലേ. ആ ഒരു എക്സാമിന്റെ പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട്. സോ ആ മാറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ആൻസറുകൾ കണ്ടെത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് എക്സാംസുകളായാലും ക്ലാസ്സുകളായാലും മെന്റർഷിപ്പുകളായാലും ഒക്കെ ആ ഒരു ടോപ്പ് ക്വാളിറ്റിയിൽ തന്നെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നിങ്ങൾക്ക് കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആ ടോപ്പ് ക്വാളിറ്റിയിൽ തന്നെ സൈലം ടെക്നിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഗസ്റ്റ് 1 തുടങ്ങാൻ പോകുന്ന ഈ ഒരു ഓവർസിയർ ലൈവ് ബാച്ചിൽ നമ്മളെ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസുകൾക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് തോന്നില്ല. നിങ്ങളൊരു ഗവൺമെന്റ് ജോലി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഒരു ഗവൺമെന്റ് ജോലി, ഒരു ഗവൺമെന്റ് കസേരയിൽ കയറിയിരിക്കണമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ITI കഴിഞ്ഞവർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഓഗസ്റ്റ് 1 തുടങ്ങുന്ന ഈ ഒരു ഓവർസിയർ ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസിന്റെ കോഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ദിവസം, അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഡൗട്ട് വന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ആ ഒരു ഫാക്കൽറ്റിനോട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ലൈവുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ലൈവ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ടൈം എത്ര തവണ വേണമെങ്കിലും ഈ ക്ലാസ്സുകളും എക്സാംസുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ഈവനിങ് ടൈമിൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്ലാസ്സുകൾ വരുന്നത് ഏകദേശം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 to 3 മണിക്കൂർ ദിവസവും ക്ലാസ്സുകൾ വരുന്നത് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 4 to 5 to 6 month ആണ് നിങ്ങൾക്ക് ഏകദേശം എന്ത് വരിക കോഴ്സിന്റെ ഡ്യൂറേഷൻ. എന്നാൽ ഓരോ സബ്ജക്റ്റുകളും ഒരു 1 hour ലൈവ് സെഷൻ ആയിരിക്കും. അതല്ലാതെ 3 മണിക്കൂറും ഒരു സബ്ജക്റ്റ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ അടുത്ത ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം, ഒന്ന് സർവേ ആയിരിക്കാം, അതടുത്തത് മെക്കാനിക്സ് ആയിരിക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ദിവസവും 2 to 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകളാകുമ്പോഴുള്ള അത് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളതൊരു ഹാബിറ്റാക്കി മാറ്റിയാണ്. നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ ക്ലാസ്സിലോട്ട് കയറുന്നു. സാധാരണ സ്കൂളുകളിലും കോളേജിലൊക്കെ പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർ, അതായത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സമയമാവുന്ന സമയത്ത് അതിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കാണുന്നു. അതങ്ങ് ശീലമാക്കിയാൽ പിന്നെ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേറൊരു സമയം നമ്മൾ കണ്ടെത്തണ്ട, നമ്മൾ പഠിക്കാൻ മാത്രം വേറൊരു സമയം കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ലൈവ് ക്ലാസ്സുകളാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അതാണ്. സോ ഈ വരാൻ പോകുന്ന എല്ലാ ITI ഡിപ്ലോമ ലെവൽ എക്സാംസുകൾക്കും ഗ്രേഡ് 1, 2, 3 എക്സാംസുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ധൈര്യപൂർവ്വം അറ്റൻഡ് ചെയ്യാം. അതെൻ്റെ ഗ്യാരണ്ടിയാണ്, സൈലം ടെക്നിക്കലിന്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, സോ അപ്പോൾ ഇത് നമ്മൾ
എല്ലാ ബാച്ചസുകളുടെ കേസിലും പറയുന്നതാണ്. ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഡൗട്ടുകളും കൺഫ്യൂഷനുകളുടെയും ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് സൈലം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് അല്ലെ. ഏതൊരു മേഖലയിൽ എടുത്താലും ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സൈലത്തിൽ നിന്നും, സൈലം ടെക്നിക്കലും അതിൽ നിന്നും ഒരിക്കലും ഒരു വ്യത്യസ്തമല്ല. നിങ്ങൾക്ക് ഇത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്, PSC എക്സാമിനെ കുറിച്ച് അറിയുന്ന, PSC എക്സാംസുകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ ഒരു ടെക്നിക്കൽ PSC സിവിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡറുകളും അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ നമ്മൾ ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, നിമി എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ITI ബേസ്ഡ് ആയിട്ടുള്ള നിമി സിലബസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. സോ ഈ ഒരു നിമി ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ നിമി ബേസ്ഡ് എക്സാംസുകൾ നമ്മൾ ഏറ്റവും ഈ നിമി ബേസ്ഡ് ക്ലാസ്സുകളും നിമി ബേസ്ഡ് എക്സാംസുകൾക്കുമാണ് ഒരു ഓവർസിയർ പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട്, നിങ്ങളുടെ ഏത് കാര്യങ്ങളും ക്ലാസ്സുകളുടെ കുറിച്ചിട്ടായാലും അതെല്ലാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ ഏത് കാര്യങ്ങളും എക്സാംസുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അവരായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു, ടെസ്റ്റ് സീരീസുകൾ, നമ്മളൊരു PSC എക്സാംസിന് പഠിക്കുമ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു PSC പ്രിപ്പറേഷൻ്റെ ഒരു 50% മാത്രമാണ്. ബാക്കി എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം നമ്മൾ MCQ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യുക, മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക, ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മാക്സിമം ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കുറച്ചൊന്നുമല്ല ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കുകളും, ഓരോ ചെറിയ ചാപ്റ്ററുകളല്ല, ഓരോ ചെറിയ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ, വീക്കിലി അസസ്മെന്റ്, ലൈവ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ടോപ്പിക് ടെസ്റ്റുകളും സബ്ജക്ട് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ആദ്യം ഒരു തവണ അറ്റൻഡ് ചെയ്തു, ഓക്കെ, മാർക്ക് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ടെസ്റ്റ് എടുത്ത് വീണ്ടും അറ്റൻഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വീക്കിലി അസസ്മെന്റ് ടെസ്റ്റുകളിൽ നിങ്ങൾ തുടക്കം തൊട്ട് പഠിച്ച കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ടെസ്റ്റുകളായിരിക്കും. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ നില എന്താണ്, നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടോ, അത് ഓർമ്മയിൽ വരുന്നുണ്ടോ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ ടെസ്റ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അടക്കം എന്താണ് ഏറ്റവും ഞാൻ പറഞ്ഞത്, ആ ഒരു ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ടോപ്പ് റാങ്ക് നേടിയെടുക്കാൻ പറ്റിയതായിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഓവർസിയർ ലൈവ് കോഴ്സ് നിങ്ങൾക്ക് വരുന്നത്. സോ അപ്പോൾ ഈ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന August 1 അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് എക്സാംസുകൾക്ക് സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതാണ്. സോ അത് കൂടുതൽ ലേറ്റ് ആക്കാതെ നിങ്ങൾ ഒരു ഓവർസിയർ എക്സാമിന് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു August 1 മുതൽ തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് മാത്രമല്ല, അതിന് അഡ്മിഷൻ എടുക്കുന്ന ഒരു 200 പേർക്ക് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 4000 മാത്രമാണ്. ഓക്കെ, സോ ഈ ഒരു കുറഞ്ഞ ഫീസിൽ, ഈ ഒരു 4000 ഇത്രയും എന്താ പറയുന്നത് കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകൾ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു 4000 എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഫീസിൽ അല്ലെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകൾ എൻ്റെ ഓവർസിയറിന്റെ സിലബസ് നമ്മളിവിടെ നിങ്ങൾക്കും വേണ്ടി കവർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ പറയുന്നു, അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, 9995100800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സൈലം ടെക്നിക്കൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചും ഈ കോഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ അവസാനം പറയുന്നു, നമ്മളൊരു ഗവൺമെന്റ് എക്സാമിന്, അതിപ്പോൾ ഏതും ആയിക്കോട്ടെ, ഓവർസിയർ ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ഏതൊരു എക്സാമിന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എത്രയും നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതായത് നമ്മൾ ഉറപ്പിക്കുക, ഓക്കെ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാമെന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ എത്രത്തോളം ഇത് ലേറ്റ് ആകുന്നോ, നമ്മളത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്യാം, അതിൽ എക്സാം ഡേറ്റ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് എത്രത്തോളം ലേറ്റ് ആക്കുന്നോ അത്രത്തോളം നമ്മൾ പ്രിപ്പറേഷനിൽ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് കട്ട് ഓഫ് കവർ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുക എന്നുള്ളതല്ല, ഒരു ടോപ്പ് റാങ്ക് തന്നെ നേടിയിട്ട് നമ്മുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള ഗവൺമെന്റ് ജോലി, അതിന്റെ അഡ്വൈസ് അത് നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, എത്ര നേരത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സോ ഈ ഒരു August 1 തുടങ്ങുന്ന ഈ ഒരു ലൈവ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.